കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു. അതായത് റോബിൻ രാധാകൃഷ്ണൻ റോബിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടതെന്ന് പറയുന്നത്. അതും മറ്റൊരു വീഡിയോ ആണ് റോബിൻ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ ആ വീഡിയോ കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് റോബിന് പറയാനുള്ള കാര്യം, അല്ലെങ്കിൽ റോബിൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് ആരെപ്പറ്റിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ പറയുന്ന കാര്യങ്ങൾ അത് ആരെ കുത്താനാണ് റോബിൻ ഇപ്പോൾ ആ വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടത് എന്നുള്ളതും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്ന കാര്യം. അതിൽ ചില ഭാഗങ്ങൾ, അതിൽ പറയുന്ന ചില പോയിന്റ്സ് ഞാൻ ആദ്യം നിങ്ങളൊന്ന് കേൾപ്പിക്കും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുന്നിൽ നിന്ന് വരുന്ന ശത്രുവിനെ എനിക്ക് നേരിടാൻ അറിയാം. എന്നാൽ കൂടെ നടന്ന് പിന്നിൽ നിന്ന് ചതിക്കുന്ന നിന്നെ പോലെയുള്ളവരെയാണ് ആദ്യം തിരിച്ചറിയേണ്ടിയിരുന്നത്. ഈ കഥ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാകണമെന്നില്ല. മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനേക്കാൾ അപകടകാരികളാണ് പിന്നിൽ നിന്ന് ചതിക്കുന്ന മുഖം മൂടി അണിഞ്ഞ സുഹൃത്തുക്കൾ. ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക, പ്രത്യേകിച്ച് അമിതമായി നമ്മളെ പുകഴ്ത്തുന്നവരെ. കേട്ടല്ലോ, നല്ല വ്യക്തമായി കേട്ടല്ലോ ആ പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളത്. ഒരു കടങ്കഥ പോലെ അത് പറഞ്ഞ് അവസാനിപ്പിച്ചതും ഏത് പോയിന്റിലാണ് കൊണ്ടുവന്ന് നിർത്തിയത് എന്നുള്ള തരത്തിൽ. അതായത് കൂടെ നിൽക്കുന്നവർ, അതായത് തന്നെക്കുറിച്ച് ഭയങ്കരമായി പുകഴ്ത്തി ആ ഒരു രീതിയിൽ കൂടെ നിൽക്കുന്ന, ഇനി ഫ്രണ്ടല്ല ആര് തന്നെ ആയാലും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല, ചതിക്കപ്പെടും എന്നുള്ള തരത്തിലുള്ള ആ ഒരു വാക്കുകളാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിന് റോബിൻ ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടണം? സ്വാഭാവികമായിട്ടും ആർക്ക് ആ വീഡിയോ കണ്ടാലും മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോൾ റോബിൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ റോബിനെതിരെ വരുന്ന ഓരോ കാര്യങ്ങൾ ഒക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും റോബിൻ എന്താണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും റോബിൻ ആരെയാണ് ഇതിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതും വളരെ വ്യക്തമായി ആർക്കായാലും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം റോബിൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റോബിൻ സമ്മതിക്കുന്നുണ്ട്, തനിക്ക് ഈ പറയുന്ന രീതിയിൽ കുറേയധികം കാര്യങ്ങൾ പറ്റിപ്പോയി എന്നുള്ളത്. അതായത് കണ്ണുമടച്ച് കുറേ പേരെ വിശ്വസിച്ച് ഈ പറയുന്ന തോതിൽ ഈ പടുതി ആയി എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും അത് ഈ പറഞ്ഞ രീതിയിൽ ഈ പ്രശ്നം ഉണ്ടായ ശേഷം തന്നെ പലർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് എന്താ പറയുക, റോബിൻ്റെ ഓരോ വോയിസുകൾ പുറത്തു വരുന്നതും ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോബിൻ പറയുന്ന കാര്യങ്ങൾ, റോബിൻ ഒരാളെ വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തിയെ അത്രത്തോളം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം തന്നെയും മറ്റൊരു വശം വന്നപ്പോഴത്തേക്കും അത് ആ ഒരു തരത്തിൽ പബ്ലിക്കിന്റെ മുന്നിലേക്ക് എടുത്തിടാൻ കാണിച്ച ഒരു ഇത്, അല്ലെങ്കിൽ അതിലൂടെ ഈ പറയുന്ന രീതിയിൽ ഈ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ പരമാവധി നാറ്റിക്കാനും, അല്ലെങ്കിൽ നാറ്റിച്ച് ആ ഒരു പരുവത്തിലാക്കാനായിട്ട് ആ ഒരു വോയിസ് റെക്കോർഡിലൂടെയും മറ്റുമൊക്കെ തന്നെയുള്ള ആരോപണങ്ങൾ ഒക്കെ തന്നെയും റോബിന് വളരെ വലിയ തോതിൽ ഒരു പ്രശ്നമായി മാറിയ ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഒരു തർക്കവുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ റോബിന്റെ മിസ്റ്റേക്കാണ് എന്നുള്ളത് എടുത്ത് പറയണം, അല്ലാതെ വേറെ ആരെയും മിസ്റ്റേക്ക് അല്ല. കാരണം റോബിൻ ഈ പറയുന്ന രീതിയിൽ റോബിനൊരു പൈസയ്ക്ക് ഇഷ്യൂ ഉണ്ടായ സമയത്തോ ഈ പറയുന്ന രീതിയിൽ റോബിൻ ചെയ്തു വെച്ച കാര്യങ്ങളായിരിക്കാം അത്. കാരണം എന്ന് പറയുന്നത് റോബിൻ ഈ പറയുന്ന രീതിയിൽ ഇനി എന്തൊക്കെ തന്നെ ആയാലും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം റോബിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിനുപരി തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റോബിൻ അന്ധമായി വിശ്വസിച്ചിരുന്ന ഒരുപാട് പേര് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെയും ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്കും റോബിന് 16ന്റെ പണി 8ന്റെ പണി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത്. അതായത് കൂടെ ആ ഒരു രീതിയിൽ എന്താ പറയുക, ആ ചങ്കാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തോ ഇതാണ് എന്നൊക്കെ കരുതിയിരുന്നവർ ഈ പറയുന്ന രീതിയിൽ റോബിനിട്ട് പണി കൊടുത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രീതിയിലും 16ന്റെ പണി കൊടുക്കുന്ന തരത്തിലോട്ട് റോബിന് കാര്യം കിട്ടി എന്നുള്ളത് തന്നെയാണ് റോബിൻ അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കിട്ടേണ്ടതെല്ലാം കിട്ടി. ഈ പറഞ്ഞ രീതിയിൽ നിലവിലത്തെ സിറ്റുവേഷനിൽ റോബിൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്രത്തോളം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ റോബിനായാലും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നിൽക്കുന്നവരായാലും വിചാരിച്ചാൽ മാത്രമേ അത് സോൾവ് ആവത്തുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോബിൻ്റെ ഈ ഒരു തിരിച്ചറിവ്, അതായത് ആരെയും അന്ധമായി വിശ്വസിക്കുക എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ആരായാലും, ഇനി എത്ര കൂടെ നിൽക്കുന്നവരായാലും, എത്ര ഇനി ചങ്കായാലും, ഇനി നമ്മൾ എത്ര ബന്ധുക്കളായാൽ പോലും ഒരിക്കലും ഒരാളെയും അമിതമായിട്ട്, ആവശ്യത്തിന് ഓക്കെ, പക്ഷെ അമിതമായിട്ട് അങ്ങ് വിശ്വസിച്ചുകൊണ്ട് അങ്ങ് നമ്മളെ തന്നെ അങ്ങ് അവരെ ഏൽപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ എപ്പോഴായാലും ഒരു പണി കിട്ടുമ്പോഴത്തേക്കും അതൊരു മുട്ടം പണി തന്നെ ആയിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് റോബിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഈ കാര്യം എന്ന് പറയുന്നത്. അത് റോബിൻ തന്നെ മനസ്സിലാക്കി എന്നുള്ളത് ഈ വീഡിയോയിലൂടെ തന്നെ നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.